കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി തെരുവുനായകളുടെ ആക്രമണം. ആ ആക്രമണത്തിന് 75 പേരാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇരയായിട്ടുള്ളത്. കാൽനട യാത്ര പോലും ഭീതിജനകമായിരിക്കുന്നു കണ്ണൂർ നഗരത്തിൽ. സ്കൂൾ കുട്ടികൾ ഭയപ്പെട്ട് സ്കൂളുകളിൽ പോകാതൊരു സാഹചര്യം ഒറ്റപ്പെട്ട രൂപത്തിൽ വാർത്തകളായി വരുന്നു. ജനങ്ങൾ നഗരത്തിൽ കാൽനട ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കണ്ണൂർ നഗരത്തിൽ വന്നിരിക്കുന്നു. ഇത് ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ കാൽനടയായിട്ടുള്ള യാത്ര അതുപോലും അസാധ്യമാകുന്നൊരു സാഹചര്യമാണ് കണ്ണൂർ നഗരത്തിലുള്ളത്. ആസ്പത്രിയിൽ പോകുന്നവർ ഇതിനിരയാകുന്നു, കുട്ടികൾ ഇരയാകുന്നു. പല ആവശ്യങ്ങൾക്കും ജനങ്ങൾ കണ്ണൂർ നഗരത്തിൽ വരാൻ മടിക്കുകയാണിപ്പോൾ. എന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതായ കണ്ണൂർ കോർപ്പറേഷൻ ആയാലും ജില്ലാ പഞ്ചായത്തായാലും ഇതിനു വേണ്ടുന്ന യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പരസ്പരം പഴിചാരുക മാത്രമാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഗോഗ്വ വിളികൾ മാത്രമാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ ബാധ്യതയില്ലെന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നു. നഗരത്തിലെ തെരുവുനായ പ്രശ്നം പരിഹരിക്കേണ്ടത് മേയറാണ് എന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൈകഴുകുന്നു. ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ ഏറ്റ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാവാതെ കൈമലർത്തുന്നത് ജനങ്ങളോട് കാട്ടുന്ന കൊടിയ വഞ്ചനയാണ്. കണ്ണൂർ കോർപ്പറേഷൻ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കണം. അത് വായിക്കുമെങ്കിലും ചെയ്യണം. ഇവിടെ നടക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നൊരു സാഹചര്യം. കോർപ്പറേഷൻ മേയർ, കോർപ്പറേഷൻ ഭരണാധികാരികൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ ആരോപണം ഉന്നയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ കോർപ്പറേഷന് നേരെ ആരോപണം ഉന്നയിക്കുന്നു. ജനങ്ങൾ എന്തു ചെയ്യണം? കണ്ണൂർ നഗരത്തിലെ ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കാൽനട യാത്ര പോലും ഭീതിജനകമായൊരു സാഹചര്യം കണ്ണൂർ നഗരത്തിലുണ്ടായിരിക്കുന്നു. ആരാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്? ഇതിന് പരിഹാരമുണ്ടാക്കാൻ ബാധ്യതയുള്ള കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ നഗരത്തിൽ ഉണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നിലവിൽ ABC വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള ABC സംവിധാനത്തിന് ഒരു യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. 4 പേരാണ് അവിടെ ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ 40 കൂടാണ് ഇതുവരെയുള്ളത്. ആയിരക്കണക്കിന് തെരുവ് നായ്ക്കൾ കണ്ണൂർ ജില്ലയിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. ഇതിനെ പിടികൂടാനും അതാത് സ്ഥലങ്ങളിൽ പാർപ്പിക്കാനുമുള്ള സംവിധാനം അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കണം. അതൊരുക്കാതെ കൈമലർത്തുന്ന സാഹചര്യം ആണ് സ്വീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് ഇതിന് വേണ്ടുന്ന അധികാരം നൽകിയിട്ടുണ്ട് സർക്കാർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഞങ്ങളുടെ അധികാരമല്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. ഇത്തരമൊരു സാഹചര്യം തെരുവുനായെ നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പരസ്യമായി പറയുന്നു. മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത് ഇന്നലെ കോർപ്പറേഷൻ മേയർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്താണ് മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞത്? തെരുവുനായകളെ നിയന്ത്രിക്കാൻ ജില്ലാ പഞ്ചായത്തിന് അനിവാര്യമായ ചുമതലകളില്ല. അലഞ്ഞു തിരിയുന്നവയെ കോർപ്പറേഷൻ പിടികൂടണം. എന്തിനാണ് ഈ ആളുകൾ ആ സ്ഥാനത്തിരിക്കുന്നത്? കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നതാണ് നല്ലത്. ജനങ്ങൾക്ക് ബാധ്യതയാകുന്ന ഒരു ഭരണകൂടമായി മാറാതെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ജനങ്ങൾക്ക് ബാധ്യതയാകുന്ന ഒരു ഭരണകൂടമായി മാറുന്നു. ഇതാണിപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ജനങ്ങൾക്ക് ഭീതിജനകമല്ലാതെ സ്വൈര്യമായി കാൽനട യാത്ര സാധ്യമാകണം. കണ്ണൂർ നഗരത്തിൽ വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള ABC പദ്ധതികൾ ജില്ലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. നിലവിലുള്ളതിൽ നിന്നും കൂടുതൽ യൂണിറ്റ് സ്ഥാപിക്കണം. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ ഒരു സംവിധാനമുണ്ട്.
ആ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു. ആ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് മാലിന്യം പല സ്ഥലങ്ങളെ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. നിങ്ങളിപ്പോൾ ക്യാൻറ്റോൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെമിത്തേരിയുടെ പരിസരം മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. കോർപ്പറേഷൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ നല്ല രീതിയിൽ അത് ശേഖരിച്ചുവെങ്കിൽ, സംസ്കരണത്തിന് വേണ്ടി സംവിധാനം ഒരുക്കുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. ABC പദ്ധതി കാര്യക്ഷമമായി ഇവിടെ ഉണ്ടാവണം. കൂടുതൽ യൂണിറ്റുകൾ തുടങ്ങണം. അതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ജനങ്ങളോട് കാണിക്കുന്ന ഈ ഗോഗ്വ വിളികൾ നടത്തി ജനങ്ങളെ അപമാനിക്കുന്ന, ജനങ്ങളെ പരിഹസിക്കുന്ന, അവരുടെ ഉത്തരവാദിത്തം നിന്നും അവർ പിന്മാറുന്നൊരു സാഹചര്യം അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് BJPയുടെ നേതൃത്വത്തിൽ 24-ന് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഭരണകൂടം പൂർണ്ണമായും ജനവികാരം, പ്രതിഷേധം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ജനവികാരവും പ്രതിഷേധവും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു ഭരണകൂടം ആ സ്ഥാനത്തിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ചുരുങ്ങിയ പക്ഷം പഞ്ചായത്ത് രാജ് ആക്ട് വായിച്ചെങ്കിലും നോക്കണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. മഷയുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ കോർപ്പറേഷനിലേക്ക് നടത്താൻ എന്തൊക്കെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്? 24-ാം തീയതി കോർപ്പറേഷനിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നു. തുടർന്നും പരിഹാരമുണ്ടാവുന്നില്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 2 ദിവസമായി ജനങ്ങൾ കണ്ണൂർ നഗരത്തിൽ വരാൻ മടിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് കണ്ണൂർ നഗരത്തിലെ കാൽനടക യാത്രക്കാരുടെ എണ്ണം കുറവാണ്. വന്നു കഴിഞ്ഞാൽ അവർ നടന്നു പോകേണ്ട ദൂരെ ഉള്ളുമെങ്കിൽ പോലും അവർ ഓട്ടോറിക്ഷയെ ആശ്രയിക്കണം. അപ്പോൾ ജനങ്ങൾ ഭയത്തോടുകൂടി കണ്ണൂർ നഗരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ 2 ഭരണകൂടങ്ങളാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ജനവികാരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 24-ാം തീയതി കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുന്നത്. ഈ പട്ടികളെ പിടിക്കുമ്പോഴൊക്കെ ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ കുറേ ആളുകൾ ഈ കോർപ്പറേഷനെയും, അതായത് ഇവരോടൊക്കെ തട്ടിക്കയറുകയാണ്. നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന് പറഞ്ഞ അവരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ മൃഗസ്നേഹികളുടെ നിലപാടിനെ ഏത് രീതിയിലാണ്? അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിനും കൈമാറാൻ സാധിക്കുമോ? മൃഗസ്നേഹികൾ, അവരുടെ സംഘടനകൾ ചില അവരുടെ ചിന്തക്കനുസരിച്ചുള്ള ചില ആവശ്യങ്ങളും ചില അഭിപ്രായങ്ങളും ഉയർന്നുണ്ടാവും. കണ്ണൂർ നഗരത്തിൽ ഇന്നലെ 4 പട്ടികളെ കൊന്നത് എങ്ങനെയാണെന്നുള്ള കാഴ്ച നിങ്ങൾക്കറിയില്ലേ? അടിച്ചു കൊല്ലുന്നൊരു സാഹചര്യം കാണുന്ന കുട്ടികൾ ഭയപ്പാടോടെ കാണുന്നത്. ജനങ്ങൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാൻ ഒരു സംവിധാനമുണ്ട്. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടേതായ ഫണ്ടുകൾ ഉപയോഗിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും അവരുടെ ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. കേന്ദ്രം നൽകുന്ന ഫണ്ടിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത് പൂർണ്ണമാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും അവരുടെ ഫണ്ട് യഥാവിധി ഉപയോഗിക്കണം. അതാത് പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനകത്ത് ഇതിന് വേണ്ടുന്ന റെസ്ക്യൂ സെൻറ്റർ ഉണ്ടാവണം. അത് ഉണ്ടാക്കാൻ തയ്യാറാവണം. എന്തുകൊണ്ട് മേയർ അതിന് മെനക്കെടുന്നില്ല? അങ്ങനെ ഒരു ഷെൽട്ടർ തുടങ്ങുകയാണെങ്കിൽ കണ്ണൂർ നഗരത്തിൽ എവിടെയാണ് സ്ഥലം, അതിന് ആ പരിസരത്തുള്ള ആളുകൾ സമ്മതിക്കുന്നു? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിന് അഭിമുഖീകരിക്കേണ്ടത്. ഇത്തരമൊരു അജണ്ട കോർപ്പറേഷൻ്റെ യോഗത്തിൽ മേയർ വെച്ചോ? ഇതുവരെ കണ്ണൂർ കോർപ്പറേഷൻ BJP കൗൺസിലറാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥമായ പരിശ്രമം കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടായോ? കോർപ്പറേഷൻ ഭാഗത്തുണ്ടായില്ലല്ലോ. കോർപ്പറേഷൻ ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ BJP ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ജനങ്ങൾക്ക് സ്വൈര ജീവിതം, ജനങ്ങളുടെ സ്വൈരയാത്ര ഇവിടെ ഉണ്ടാവണം. അതിന് യാഥാർത്ഥ്യമാകണം. അതിന് സർക്കാർ, കോർപ്പറേഷൻ അവരുടെ ഫണ്ട് ഉപയോഗിക്കണം. കോർപ്പറേഷൻ മേയർ പറഞ്ഞു, ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിന് 20 ലക്ഷം കൊടുത്തുവെന്ന്. വന്ധ്യംകരണം ഉൾപ്പെടെയുള്ള ABC സംവിധാനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തും ഞങ്ങൾക്ക് തന്നിട്ടില്ലെന്ന്. നോക്കൂ, ഉത്തരവാദപ്പെട്ട ഒരു ഭരണകൂടമല്ലേ പറയുന്നത്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം കൊടുത്തു എന്ന് മേയർ പറയുന്നു, തന്നിട്ടില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രശ്നം. ആരുടെ കണ്ണ് പൊട്ടിക്കാനാണ്, ആരെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്? ഇതെന്താ നാദിനില്ല കളരിയാണോ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും? ഇതിന് വേണ്ടുന്ന സംവിധാനം ഒരുക്കാൻ അതാത് പ്രദേശത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കോർപ്പറേഷൻ സാധിക്കണം. അംഗങ്ങളോട്, കൗൺസിലർമാരോട് അഭിപ്രായം ആരായണം. അവരുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാവണം. ഇന്നലെ കോർപ്പറേഷനകത്ത് നടന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിക്കാർ അവരുടെ ഉത്തരവാദിത്തം മറച്ചു വെക്കാൻ അവർ ചില നാടകങ്ങൾ കളിക്കുന്നു. കോർപ്പറേഷൻ അവർ ചില നാടകങ്ങൾ കളിക്കുന്നു. ആരെ കണ്ണ് പൊട്ടിക്കാനാണിത്? കോർപ്പറേഷൻ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം.
ജില്ലാ പഞ്ചായത്തും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഇതില് ഇരുവരും പറയുന്നത് അവരുടെ ഒരു പരിമിതിയാണ്. അതായത് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭേദഗതി വരുത്തേണ്ടതുണ്ടല്ലോ, അതിന് BJPയുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവും. കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായി മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കേന്ദ്രത്തിനെ കുറ്റം പറയുകയാണ് സംസ്ഥാന സർക്കാരും ഈ ആളുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കും അറിയാലോ. കേന്ദ്രമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുമ്പേ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതേ പ്രസ്താവന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിന് ദുരിതപൂർണമായ സാഹചര്യമുണ്ടെങ്കിൽ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ മാനദണ്ഡം കേന്ദ്രം നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അത് സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു ഭയവുമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയും, കാൽനട യാത്ര സുഖമായി നടത്താൻ സാധിക്കും. അത് പാലിക്കുന്നില്ല. ഓരോ പഞ്ചായത്തിലും റെസ്ക്യൂ സെൻറ്റർ വേണമെന്ന് മാനദണ്ഡമില്ലേ? ഓരോ കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനത്തിനകത്തും ഇത്തരം റെസ്ക്യൂ സെൻറ്റർ വേണമെന്ന് നിഷ്കർഷിച്ചിട്ടില്ലേ? ഏത് തദ്ദേശ സ്ഥാപനമാണ് കണ്ണൂർ ജില്ലയിൽ ഈ സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്? അവർ ചെയ്യേണ്ട ഒരു മിനിമം മാന്യത, മിനിമം മര്യാദ, മിനിമം പ്രവർത്തനം അതുപോലും ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിലും നടത്തിയിട്ടില്ല. അത് നടത്താതെയാണ് കേന്ദ്രത്തിനെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നത്. ഈ അക്രമകാരികളായ തെരുവ് നായകളെ കൊല്ലുക എന്നൊരാവശ്യമായി ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതി വരെ പോയിരുന്നു. അക്കാര്യത്തിൽ അത് ശരിയാണ് എന്ന നിലപാടുണ്ടോ? സുപ്രീം കോടതി അത് സംബന്ധമായി വ്യക്തമായ മാനദണ്ഡം കൊടുത്തിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി വ്യക്തമായ ഒരു മാനദണ്ഡം കൊടുത്തതിന് പിന്നെ ഒരു സാഹചര്യത്തിൽ BJP ഒരു അഭിപ്രായം അതേ സംബന്ധമായിട്ട് പറയേണ്ടതില്ലല്ലോ. അതായത് അക്രമകാരികളെ പിടികൂടാനുള്ള സാഹചര്യവും നിയമവും ഇവിടെ ഉണ്ടല്ലോ. ആ കാര്യം നിർവഹിച്ചാൽ മതി. അക്രമകാരികളായ തെരുവ് നായ്ക്കളെ പിടികൂടാനും അത് കൈകാര്യം ചെയ്യാനും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനം കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാരുകൾ നൽകിയ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തദ്ദേശ സ്ഥാപനം സ്വീകരിക്കാതെ അവർ മറ്റു പല മുടന്തൻ ന്യായങ്ങളുമായി വരുന്നതിനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. കേന്ദ്ര നിയമം അങ്ങനെ പറഞ്ഞിട്ടില്ല. ജനജീവിതത്തിന് അപകടകരമായ സാഹചര്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം വ്യക്തമായി ചില ഘട്ടത്തിൽ കൊല്ലണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പട്ടിയെ കണ്ട ഉടനെ നിങ്ങൾക്ക് അടിച്ചു കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം അത് പിടിച്ചുകൊണ്ട് അക്രമകാരികളെയും പേപ്പട്ടികളെയും കൊല്ലാൻ പാടില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരു വാദമല്ലല്ലോ. യാഥാർത്ഥ്യം ഒളിച്ചോടാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതെന്ന് അവർ പരാജയപ്പെട്ടത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇത്തരം മുടന്തൻ ന്യായങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ.